ഗുഡ് മോർണിംഗ് ടു ഓൾ. സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 133 വർഷങ്ങൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദൻ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് വിളിച്ചോതിക്കൊണ്ട് കടന്നു പോയ കഥ നമുക്കെല്ലാവർക്കും അറിയാം. കഥയല്ല, നടന്ന സംഭവമാണ്. അവിടെ നിന്ന് കേരളം മാറി. ഇന്ന് ലോകത്ത് 1 കിലോമീറ്റർ ചുറ്റളവിൽ 4 മതങ്ങൾ ഒരുമിച്ച് അവരുടെ ആരാധനാലയങ്ങൾ പണിതിരിക്കുന്ന ഫോർട്ട് കൊച്ചിയിലെ അമ്പലവും 2 മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും സിനഗോഗും ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ സമാധാനപരമായി കഴിയുന്ന ഒരു അന്തരീക്ഷത്തിൽ അവരെ എല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്ന ആത്മീയ ഗുരുക്കൾ, അവരുടെ എല്ലാം റെപ്രസെൻറ്റേറ്റീവ്സായിട്ട് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു. അതും ഒരു കുടക്കീഴിൽ. ഇത് കേരളത്തിൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും. ഈ ഒരു ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ ഒരു പക്ഷേ എല്ലാ കേരളീയരും നിരവധി തവണ കാണുന്നെങ്കിൽ അതിൽ അതിശയപ്പെടേണ്ടതില്ല. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഊഷ്മളമായ മുഹൂർത്തങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. എന്തുകൊണ്ട് ഇന്ന് നിങ്ങളിവിടെ എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തോടു കൂടി ആരംഭിക്കാം. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരും വളരെ വ്യത്യസ്തമായ ഒരു ഓഡിറ്റോറിയത്തിലാണ് ഇരിക്കുന്നത്. ഇത് ഓഡിറ്റോറിയമല്ല, ഇത് ലോകത്തിലെ നമ്പർ 1 ക്ലാസ് റൂമാണ്. ഇവിടെ അധ്യാപകരില്ല. ഇവിടെ നിന്ന് ഏത് വിദ്യാർത്ഥി സംസാരിച്ചാലും ലോകത്തിലെ ഏത് ഭാഗത്തുള്ള ഒരു ഗുരുവിനും അതിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഈ ഒരു ക്യാമറ മാത്രം മതി. ആ കുട്ടി സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആ ക്യാമറ കുട്ടിയുടെ മുഖത്തേക്ക് ഫോക്കസ് ആകും. ആ അധ്യാപകൻ ഈ സ്ക്രീനിൽ വലിയ രീതിയിൽ, ഞാനിവിടെ നിൽക്കുന്നതിനേക്കാളും മനോഹരമായിട്ടായിരിക്കും എൻ്റെ ചിത്രം ഇവിടെ വരിക. അത്രയും മനോഹരമായ രീതിയിൽ ഉള്ള 3Dയിൽ ഇന്ന് നിങ്ങൾ കണ്ട കണ്ടൻറ്റ്, അത് സത്യം പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപകൻ വന്നിട്ട് 1 മണിക്കൂർ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പോലും അത് വിശദമാക്കി തരാൻ പറ്റില്ല. അത് മനസ്സിലാവില്ല തലയിലേക്ക്. അതാണ് 3D കണ്ടൻറ്റിൻ്റെ പവർ. ഞാനൊരു ഫിലിം മേക്കർ കൂടിയാണ്. ബേസിക്കലി ഐ എം എ ഷിപ്പ് ഡിസൈനർ. പക്ഷേ മൂവി മേക്കിംഗ് എൻ്റെ പാഷനാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ മൂവി മേക്കിങ്ങിലെ അറിവും എൻജിനീയറിങ്ങിലെ അറിവും വ്യവസായം നടത്തിയുള്ള അറിവും എല്ലാം കൂടെ ക്ലബ്ബ് ചെയ്തിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞങ്ങളിത് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 14 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതായത് ഞങ്ങളെക്കാളും 14 വർഷം പുറകിലാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം. കാര്യം 2012 ഞങ്ങളുടെ ഓഫീസുകളിൽ ഈ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞു. ഇന്ന് ഞങ്ങളത് ലോകത്തിൻ്റെ മുന്നിലേക്ക് തുറക്കുകയാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ നമ്മളുടെ പവർ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസമാണ്. നമ്മൾ വിദ്യ കൊടുക്കുന്നു, മിക്കവരെയും നമ്മൾ വിദേശത്തേക്ക് കയറ്റി അയക്കുകയാണ്. എന്നിട്ട് അതിഥി തൊഴിലാളിയെ കൊണ്ട് നമ്മൾ ജീവിക്കുന്നു. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനിയുള്ള കാലം അത് നടക്കില്ല. കാര്യം ഞങ്ങൾ 30 കൺട്രീസിൽ 90 കമ്പനികൾ നടത്തുന്നതുകൊണ്ടും ആയിരക്കണക്കിന് പേരെ എംപ്ലോയ് ചെയ്യുന്നതുകൊണ്ടും ഇൻഡസ്ട്രിയുടെ പൾസ് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ വളരെ ഭീതിയോടുകൂടി കഴിയുന്ന ദിവസങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം മാത്രമല്ല, യുദ്ധം ഒരു വലിയ പ്രശ്നമാണ്. AI കടന്നു വരവ്. ഇനിയുള്ള ലോകം ഇന്ന് വരെ നമ്മൾ കണ്ട ലോകമല്ല. അത് തിരിച്ചറിഞ്ഞേ പറ്റൂ, അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇന്ന് വരെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസമാണ് ഇനി നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അതിന് ഒരു വിലയുമില്ല. അതുവഴി കടന്നു വരുന്ന വിദ്യാർത്ഥികളെ കൊണ്ട് ഇൻഡസ്ട്രിക്ക് യാതൊരു ഗുണവുമില്ല. നമ്മുടെ തൊട്ട് അയൽവശത്ത് കിടക്കുന്ന ചൈന നമ്മളെക്കാൾ ഏതാണ്ട് 10-40 വർഷം മുന്നിൽ എത്തിക്കഴിഞ്ഞു. അവരേതാണ്ട് 13,000-ഓളം എഡ്യൂക്കേഷണൽ കോഴ്സുകൾ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അവർക്ക് തന്നെ മനസ്സിലായി ഇത് ആവശ്യമില്ല എന്നുള്ളത്. നമ്മൾ ഇന്നും അതുമായി മുന്നോട്ട് പോവുകയാണ്. അവിടേക്കാണ് ഞങ്ങളൊരു പുതിയ പദ്ധതിയുമായി വരുന്നത്. കാര്യം കറൻറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് തൊടാൻ പറ്റില്ല. ഇൻഡസ്ട്രിക്ക് അതിനകത്ത് യാതൊരു സ്ഥാനവുമില്ല. എന്തിനാണ് അക്കാഡമിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇൻഡസ്ട്രി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റേ ചന്ദ്രനെ പിടിച്ചു തരാമെന്ന് പറഞ്ഞ് കുട്ടിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന പോലെയാണ് നമ്മുടെ അക്കാഡമിക് രംഗത്ത്. നാളെ എവിടെയോ ഒരു ഇൻഡസ്ട്രിയിൽ ജോലി തരും എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പഠിപ്പിക്കുന്നു. ഡോക്ടറാവാൻ പോകേണ്ടവരും വക്കീലാവാൻ പോകേണ്ടവരും ഒക്കെ A+B² പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ആ ഇൻഡസ്ട്രിയിൽ അവർ കരുതേണ്ടത് ഒന്നും എന്ന് ഞാൻ പറയുന്നില്ല, 90% ആവശ്യമുള്ളത് അക്കാഡമിക്സിൽ നിന്ന് കിട്ടുന്നില്ല. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഡസ്ട്രി റൺ ചെയ്യുന്നത് ഇന്ന് ISO സിസ്റ്റത്തിലാണ്. ആ ISO സിസ്റ്റം അക്കാഡമിക്സിൽ ഇന്നും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല, കുട്ടികളിലേക്ക് എത്തിയിട്ടില്ല. കുട്ടികൾക്ക് അറിയില്ല. അവർ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത് ISO അറിയാതെയാണ്. പക്ഷേ ISOയും കഴിഞ്ഞ 14 വർഷമായിട്ട് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് EFISM എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇംപ്രൂവ്മെൻറ്റ് സിസ്റ്റം മാനേജ്മെൻറ്റ്. അത് ISOയെ 100 വെച്ച് ഗുണിക്കണം. 100 മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഒന്ന് മാത്രമാണ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റമായ ISO. ഇന്ന് കേരളത്തിലെ എംപ്ലോയീസിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഞങ്ങളുടെ 4000-ലേറെ എംപ്ലോയീസിൽ പകുതിയും മലയാളികളാണ്.
മിക്കവരും ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്നത്, ഞങ്ങൾ IIT നിന്നും IIM നിന്നും അല്ല എടുക്കുന്നത്. അവരെ ഉപയോഗിച്ചുകൊണ്ട് ടോപ്പ് 500 കമ്പനീസിലെ 60% കമ്പനികളുടെ വെണ്ടർ ലിസ്റ്റിൽ കയറുകയും ഇന്ന് 6 മേഖലകളിൽ ലോകത്തിൽ 1-ാം നമ്പർ ആവാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും എഫിസം ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. എഫിസം എന്താണെന്ന് പോലും നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് അത് നടത്തുന്നവർക്കും അറിയില്ല. ഇത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ലോക കേരള സഭയിൽ വന്നൊരു ശ്രമം നടത്തിയപ്പോൾ മുഖ്യമന്ത്രിക്ക് പോലും മനസ്സിലായില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ആ റൂട്ടിൽ പോയിട്ട് കാര്യമില്ല. ഇതിന് മനസ്സിലാക്കണമെങ്കിൽ ബേസ്, ഇതുപോലൊക്കെ ബേസ് തുടങ്ങി അവിടെ തുടക്കത്തിൽ അടുത്ത ജനറേഷനെ മൊത്തം മാറ്റണം. 3 വയസ്സ് തൊട്ട് ഈ പഠനം തുടങ്ങണം. കാര്യം 3 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെ എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണ്. ഞാനിന്ന് ഞങ്ങളുടെ ഗ്രാമത്തിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു കിൻഡർ ഗാർട്ടൻ ഉണ്ട്. അവിടുത്തെ ഈ 7 വയസ്സ് വരെയുള്ള കുട്ടികളെയൊക്കെ നോക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്താകുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാര്യം ആ സിസ്റ്റത്തിൽ പോയാൽ ആ തലമുറയുടെ കൂമ്പ് വാടിപ്പോവുകയാണ്. ഇൻ്റർനാഷണലി AI കോമ്പറ്റ് ചെയ്യാൻ നമ്മൾ പോകുന്നത് ഇതുപോലുള്ള സംവിധാനവുമായിട്ടാണ്. ഇത് കംപ്ലീറ്റ്ലി നമുക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. ഇവിടെ ഞാനിത് ഏറ്റെടുക്കുന്നത് ഇതെൻ്റെ ഗ്രാമമാണ്. ഞാൻ ജനിച്ചു വളർന്നത് ഇതിൻ്റെ തൊട്ടടുത്ത സ്ഥലം. ഇവിടെ 1 കിലോമീറ്റർ ഇല്ല എൻ്റെ വീട്. ഇത് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ഹബ്ബാക്കിയത് അതുകൊണ്ടാണ്. ഞങ്ങളുടെ ഒരു ലക്ഷ്യമാണ് ഞങ്ങളുടെ ഗ്രാമത്തിനെ മാറ്റിയെടുക്കുക. ഇവിടെ 5000 കുട്ടികൾക്ക് പക്ക അവരുടെ ടാലൻ്റ് ആൻഡ് പാഷൻ അനുസരിച്ചുള്ള കരിയർ ഡിസൈൻ നടത്തി അവരെ കറക്റ്റ് ഇൻഡസ്ട്രിയിലേക്ക് പ്ലേസ് ചെയ്യാനുള്ള 100% പ്ലേസ് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനധികം സ്ഥലം വേണ്ട. 7500 സ്ക്വയർ ഫീറ്റ് സ്ഥലം മതി. അവിടെ ഏറ്റവും മികച്ച ക്ലാസ് റൂമിൽ എല്ലാവിധ അഡ്വാൻസ് ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് 1 മാസം 10 മണിക്കൂർ മതി. അത്രയും മതി ഞങ്ങൾക്ക്. അവിടെയാണ് 50,000 മണിക്കൂർ അക്കാഡമിക്സിൽ വിദ്യാർത്ഥികൾ ചിലവഴിച്ചിട്ട് ഒന്നുമാവാതെ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. 20 വർഷത്തെ അക്കാഡമിക് ജേണിയിൽ 1 വർഷം 500 മണിക്കൂർ അടുപ്പിച്ച് നമുക്ക് ആവശ്യമുള്ള ഒരു കുട്ടിയുടെ 10,000 മണിക്കൂർ 20 വർഷം കൊണ്ട് 5 ഇരട്ടി സമയം എടുക്കുന്ന അക്കാഡമിക്സ് കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് മാതാപിതാക്കളുടെ പോക്കറ്റിലെ പണം മാത്രമല്ല, ഒരു തലമുറയെ മൊത്തമാണ് പിന്നോട്ടടിക്കുന്നത്. അതനുഭവിക്കുന്നത് ഞങ്ങൾ ഇൻഡസ്ട്രിയിലുള്ളവരാണ്. ഞങ്ങളിന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ഈ ഫ്രഷേഴ്സായിട്ട് വരുന്നവർ എങ്ങനെ ഇൻഡസ്ട്രിയിൽ ബിഹേവ് ചെയ്യണമെന്ന് പോലും അറിയാതിരിക്കുന്ന ഒരു സമൂഹം വന്നിട്ട് കുട്ടികൾ അവരുണ്ടാക്കുന്ന ആദ്യത്തെ 2 വർഷം അവരുടെ ഇഗ്നറൻസും ഇൻഡസ്ട്രിയെക്കുറിച്ചുള്ള ഒരു അറിവുമില്ല. കാര്യം അവരെ വാർത്തെടുത്ത് വിടുന്നവർ ആരും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടില്ല. ഒരു അന്ധൻ മറ്റൊരു അന്ധനെ വഴികാട്ടിയാൽ എങ്ങനെ ഇരിക്കും? അതാണ് നമ്മുടെ അക്കാഡമിക് സിസ്റ്റം. എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് അക്കാഡമിക്സിൽ പോയി ഇവരെയൊക്കെ പഠിപ്പിക്കണമെന്ന്. പക്ഷേ എനിക്ക് അവിടെ അധ്യാപകനാവാൻ പറ്റില്ല. അതാണ് നമ്മുടെ സംവിധാനം. പലപ്പോഴും ഗസ്റ്റ് ലെക്ചറായിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ വിളിക്കും. അല്ലാതെ സ്ഥിരമായിട്ട് സാധാരണ അധ്യാപകരെ പോലെ പോയി പഠിപ്പിക്കാൻ പോലും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തവർക്കുള്ള അവകാശമില്ല. അതുകൊണ്ട് ഞങ്ങൾ 14 വർഷം എടുത്തിട്ടാണ് ലോകത്തിലെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ യൂണിവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്തു. ഐവേഴ്സിറ്റി ബി ക്രിയേറ്റഡ്. 100 കണക്കിന് ഡോക്ടറേറ്റ്സ് ഹോൾഡേഴ്സിനെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു. അവിടെ ഇൻഡസ്ട്രിയിലെ ഡോക്ടറേറ്റ് ഹോൾഡർ അക്കാഡമിക് ഡോക്ടറേറ്റ് പോലെയല്ല. അവിടെ 20 വർഷം വർക്ക് ചെയ്യണം. ആ 20 വർഷത്തെ അവരുടെ എക്സ്പീരിയൻസ് അവരൊരു ബയോഗ്രഫിയാക്കി മാറ്റണം. അത് കഴിയുമ്പോഴാണ് ആ ബയോഗ്രഫിയാണ് തീസിസായിട്ട് വരുന്നത്. അത് ലോകത്തുള്ള ഏറ്റവും ഇൻഡസ്ട്രിയൽ ലെജൻസിനൊക്കെയാണ് ആദ്യം കൊടുത്തിട്ടാണ് ഇതിനെ ബ്രാൻഡ് ചെയ്യണം. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങി അതിൻ്റെ കീഴിലുള്ള ആദ്യത്തെ ക്യാമ്പസാണ് ഇത്. ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടി, ഞങ്ങളുടെ ഭാവിയിലുള്ള എംപ്ലോയീസിന് വേണ്ടി, ഞങ്ങളുടെ ഗ്രാമത്തിന് വേണ്ടിയും സൃഷ്ടിച്ചേക്കുന്ന ഒരു ക്യാമ്പസാണ്. ഇത് ഒരു മോഡലാണ്. 1 വർഷം ഞങ്ങളിത് നടത്തി മറ്റ് സ്ഥലങ്ങളിലേക്ക്, പിന്നെ ഫോട്ടോ കോപ്പിയാണ്, പിന്നെ എല്ലാവർക്കും ഇത് തുടരാം. കാര്യം അതിന് കാണിക്കേണ്ട കണ്ടൻസ് ഞങ്ങളുണ്ടാവും, പ്രൊസീജിയർ ഉണ്ടാവും, ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും, എല്ലാം ഇവിടെയുണ്ട്. ഇവിടെ ഇത് തുടങ്ങുന്നതിന് വേണ്ടി ഞങ്ങൾ 2 വർഷം ഗ്രൗണ്ട് വർക്ക് ചെയ്തു. ഞങ്ങളുടെ എംപ്ലോയീസിൻ്റെ കുട്ടികളെ എല്ലാം ഓൺലൈനിൽ ഞങ്ങൾ ഈ ട്രെയിനിങ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന അട്ടപ്പാടിയിലെ ഒരു ട്രൈബൽ സ്കൂളിൽ ഞങ്ങളിതിൻ്റെ പരീക്ഷണം നടത്തി. അവിടുത്തെ മാറ്റം കണ്ടിട്ട് മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം. മീഡിയയിൽ ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന അട്ടപ്പാടിയിലാണ്. 3 സ്കൂളുകൾ മത്സരിക്കുകയാണ് അവിടെ. ഇന്ത്യയിൽ ഇന്ന് സ്വന്തമായ ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്ന സ്കൂൾസ് അവിടെയാണ്. റഗ്ബി ക്ലബ്ബ്, ബേസ്ബോൾ ക്ലബ്ബ് ഉള്ളത് അവിടെയാണ്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ പ്ലേസ്മെൻറ്റ് നടക്കുന്ന സ്ഥലം അവിടെയാണ്. ആ കുട്ടികളുടെ കോൺഫിഡൻസ് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അവിടെ പോകണം. കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ആദ്യമായിട്ട് AI വർക്ക്ഷോപ്സ് സ്കൂളിൽ കണ്ടക്ട് ചെയ്ത് അവിടെയാണ്. ഇങ്ങനെയുള്ള വലിയ വലിയ മാറ്റങ്ങൾ കേരളത്തിലെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ നിന്നാണ് ഞങ്ങളത് തുടങ്ങിയത്, ഒരു ട്രൈബൽ സ്കൂളിൽ. നിങ്ങൾക്കറിയാം അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നതെന്ന്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ 2400 പേരുള്ള ഒരു സ്കൂളിലെ പകുതി കുട്ടികൾ ജീവിതത്തിലൊരു സിനിമ പോലും കണ്ടിട്ടില്ല. ആ സ്കൂളിനെ കൊണ്ടാണ് ഞങ്ങൾ ഇന്ത്യയിലെ ആദ്യത്തെ സ്കൂളിലെ ഫിലിം ഫെസ്റ്റിവൽ നടത്തുവാനുള്ള രീതിയിലേക്ക് അവരെ മാറ്റിയത്. 1 മാസം കൊണ്ട് കുട്ടികൾ നിർമ്മിച്ചത് 12 ഷോർട്ട് ഫിലിംസാണ്, സിനിമ ജീവിതത്തിൽ കാണാത്തവർ. അപ്പോൾ അതുപോലെ മാറ്റി. കാര്യം ഇന്ന് ആ കുട്ടികൾ ഇതൊക്കെ പഠിക്കുന്നത് അതിൻ്റെ ഇൻഡസ്ട്രിയിലേക്ക് തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയാണ്. ഓരോ കുട്ടിക്കും ലക്ഷ്യമുണ്ട് അവർ പോകേണ്ട തൊഴിൽ ഏത് മേഖലയാണെന്നുള്ളത്. ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് അതുതന്നെയാണ്.
കുട്ടികളെ അവരുടെ മുന്നിൽ ഇൻഡസ്ട്രി തുറന്നു കാണിക്കുന്ന ഇൻഡസ്ട്രിയിൽ വിളിച്ചുകൊണ്ട് പോയിട്ടല്ല. 1 മണിക്കൂർ മതി ഞങ്ങൾക്ക് അവരെ 10 ഇൻഡസ്ട്രി തുറന്നു കാണിക്കാൻ. ഇന്ന് ഇവിടെ കണ്ടുപോലെയുള്ള 3D കണ്ടൻസും 2D കണ്ടൻസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയിലൂടെ നടക്കുകയാണ്. ഒരു വലിയ ഷിപ്പിനുള്ളിലേക്ക് പോകണമെങ്കിൽ ഒരിക്കലും പെർമിഷൻ കിട്ടില്ല. പക്ഷേ ഞങ്ങൾക്കിവിടെ അത് ഒരു മൂവി ഫോർമാറ്റിൽ കാണിക്കാൻ പറ്റും. ഒരു റിഫൈനറിക്കുള്ളിലേക്ക് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓഫ് ഷോറിലേക്ക് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അണ്ടർ വാട്ടർ ഡൈവേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് വെള്ളത്തിനടിയിൽ പോകാൻ കുട്ടികൾക്ക് പറ്റില്ല. പക്ഷേ നമുക്ക് സിനിമയിലൂടെ കാണിക്കാൻ പറ്റും. ഇതാണ് ഈ മെത്തേഡ്. ഇതൊക്കെ ഞാൻ എന്തിന് ഇവിടെ ഇരിക്കുന്നവരോടെല്ലാം പറയണമെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ 50% കൺട്രോൾ ചെയ്യുന്നത് ആത്മീയ രംഗത്തുള്ളവരാണ്. കേരളത്തിലെ വിശ്വാസികളിൽ 70% കൺട്രോൾ ചെയ്യുന്നത് ആത്മീയ ഗുരുക്കളാണ്. എൻ്റെ വീടൊരു മതസൗഹാർദ്ദ പ്ലേസാണ്. ഞാൻ മതമൊക്കെ ഉപേക്ഷിച്ച്, ഞാൻ മതം എൻ്റെ തലയിലേക്ക് ഞാൻ കേട്ടിട്ടില്ല ഒരിക്കലും. എൻ്റെ 2 കുട്ടികളും വിവാഹം കഴിച്ചിരിക്കുന്നത് പല മതത്തിൽ നിന്നാണ്. എൻ്റെ ഷെഫ് മറ്റൊരു മതമാണ്, മെയ്ഡ്സ് മറ്റു മതമാണ്. എല്ലാം കൊണ്ടും ഒരു മതസൗഹാർദ്ദം കാണണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി. എൻ്റെ വൈഫാണെങ്കിൽ നല്ല ഹാർഡ് കോർ ബിലീവറാണ്. പല കാര്യങ്ങളും ഞാൻ പറഞ്ഞാൽ കേൾക്കാത്തത് ഇവിടെ ഇരിക്കുന്ന ആര് പറഞ്ഞാലും കേൾക്കും. അങ്ങനെയാണ് കേരളത്തിൻ്റെ ജനങ്ങളുടെ വിശ്വാസികളുടെ മൈൻഡ് സെറ്റ്. എത്ര നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, അത് ഒരു ആത്മീയ ഗുരു പറഞ്ഞാൽ മാത്രമേ ജനങ്ങൾ ഏറ്റെടുക്കത്തുള്ളൂ. അത് സ്വന്തം ഭർത്താവ് പറഞ്ഞാൽ പോലും ഭാര്യമാർ കേൾക്കില്ല, ഭാര്യമാർ പറയുന്നത് ഭർത്താക്കന്മാരെ കേട്ടില്ല. ഇതിൽ വിശ്വാസം അനുസരിച്ചിട്ടാണ്. അവിടെയാണ് ആത്മീയ ഗുരുക്കളുടെ പ്രസക്തി ഇവിടെ വരുന്നത്. ഇന്നിപ്പോൾ ലോകത്തിൽ യുദ്ധം നടക്കുന്നുണ്ട്. അതിൻ്റെ റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ആദ്യം കണ്ട ഗാനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തവർ തമ്മിലുള്ള സ്പർദ്ധയിൽ നിന്ന് തുടങ്ങിയതാണ്. മതങ്ങൾ തമ്മിലുള്ള ഒരു സ്പർദ്ധയിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഈശ്വരൻ ഒന്നേ ഉള്ളൂ. പല ഫോമിൽ നമ്മുടെ ഉള്ളിലേക്ക് ഒരു മാനവികത നമ്മളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ മതങ്ങൾ വേണം. മതത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിലൂടെ മാത്രമേ മനുഷ്യനെ മൃഗത്തിൽ നിന്ന് മാറ്റി ചിന്തിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതിനെ അതിൻ്റേതായ രീതിയിലെടുക്കണം. അതിനുവേണ്ടിയാണ് ആത്മീയതയും ആത്മീയ ഗുരുക്കളും എല്ലാം നമുക്ക് വേണ്ടത്. നമ്മൾ ജനാധിപത്യം എന്നൊക്കെ പറയുന്നതിലൊന്നും കാര്യമില്ല. ഇവിടെ ഇന്ത്യയിലെ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതാധിപത്യം തന്നെയാണ്. അത് മതം പറയുന്നിടത്ത് മാത്രമേ ഉള്ളൂ. അത് പ്രത്യക്ഷമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും അടിസ്ഥാനപരമായിട്ട് നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയണം. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. കേരളത്തിലെ എടുക്കൂ, കേരളത്തിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ മതങ്ങൾക്കെതിരെയാണെങ്കിലും കമ്മ്യൂണിസവും ഒരു മതമാണ് ഇന്ന്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ കമ്മ്യൂണിസത്തിനെ നമ്മൾ മതമായിട്ട് കൂട്ടിയാൽ അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. കാര്യം ആ വിശ്വാസം അവരിൽ നിന്ന് മാറത്തില്ല. അതിനെ ഒരു വിശ്വാസമായിട്ട് എടുത്തു കഴിഞ്ഞാൽ 90% വിശ്വാസികളാണ്. കേരളത്തിലെ ഡെമോക്രസിയെ കൺട്രോൾ ചെയ്യുന്നതും മതമാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ എഫിസത്തിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് എവിടെ നമുക്ക് എഫിഷ്യൻസി കൂട്ടാൻ മാർഗമുണ്ടോ അത് നമ്മൾ ഉപയോഗിക്കണം. ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇപ്പോൾ ഇന്ന് നമ്മൾ കണ്ട 3D കണ്ടൻറ്റ് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഇതേ കണ്ടൻറ്റ് നമ്മൾ മലയാളത്തിൽ കൊടുത്താൽ അത് ഇതിലും നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എഫിഷ്യൻസി കൂട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്നത് മലയാള ഭാഷയിലേക്ക് ഇതിൻ്റെ കണ്ടൻറ്റ് മാറ്റും. ഒരു സിനിമയെ ഡബ് ചെയ്ത് മാതൃഭാഷയിലേക്ക് മാറ്റുന്ന പോലെ ഇന്ന് ഈ കണ്ടൻറ്റ് നമുക്ക് 100 കണക്കിന് ഭാഷയിലേക്ക് മാറ്റാൻ പറ്റും. അതേസമയം ഒരു ട്രെയിനർ വന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഷയിലോ 2 ഭാഷയിലോ പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെയാണ് ഇതിൻ്റെ പ്രസക്തി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് റൂമിനെക്കുറിച്ചും ഇത്തരം എഡ്യൂക്കേഷൻ പദ്ധതിയെക്കുറിച്ചും ഇത് ഇന്ന് കണ്ടത് 3D ഗ്ലാസ് വെച്ചുള്ള കണ്ടൻറ്റാണ്. ഇനിയുള്ളതാണ് വെർച്വൽ റിയാലിറ്റി എന്ന് പറയും. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വരുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ മേഖലയെ കൺട്രോൾ ചെയ്യുന്നത് മൊത്തം നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻസാണ്. നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലാണ് കേരളത്തിൻ്റെ ഭാവി. പണ്ട് 100 വർഷത്തിന് മുമ്പാണ്, അതായത് ഈ 133 വർഷത്തിന് മുമ്പ് ഈ വിവേകാനന്ദൻ ഇവിടുന്ന് ഓടിപ്പോയ ആ സമയത്ത് ഡോക്ടർ പൽപ്പു ഇതുപോലൊരു പുള്ളി വിദേശത്തൊക്കെ പോയി പഠിച്ചിട്ട് വന്നിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ കേരളത്തിൽ നടത്താമെന്നും പറഞ്ഞുകൊണ്ടൊരു അഭ്യാസമായി ഇറങ്ങി. അപ്പോൾ ഞാനിന്ന് വന്ന് പറഞ്ഞ പോലെയൊക്കെയാണ് പുള്ളി വന്ന് പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊന്നും കേൾക്കുന്നത്, ആർക്കും മനസ്സിലാവുന്നില്ല. പുള്ളി വിവേകാനന്ദൻ്റെ ചെന്നപ്പം സ്വാമി വിവേകാനന്ദനാണ് പറഞ്ഞത്, താങ്കളുടെ ഐഡിയാസൊക്കെ കൊള്ളാം, പക്ഷേ ഇത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഒരു ആത്മീയ ഗുരു വിചാരിക്കണം. അത് പറഞ്ഞാൽ ജനം കേൾക്കും. അങ്ങനെ അദ്ദേഹം വന്ന് അദ്ദേഹത്തിന് അടുത്തറിയാവുന്ന ശ്രീനാരായണ ഗുരുവിനോട് ഒപ്പം ചേർന്നിട്ടാണ് പിന്നീട് ഇവിടെ ഒരു മാറ്റത്തിന് തുടക്കമൊക്കെ കുറിക്കുന്നത്. അത് ഞാൻ പറഞ്ഞത്, ഇനി പൽപ്പു അല്ല ഇനി ആരാണെങ്കിലും എത്ര വലിയ ഐഡിയ ഉണ്ടെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ആത്മീയതയിലൂടെ ആയിരിക്കണം. ഇന്ത്യൻ കൾച്ചർ അങ്ങനെയാണ്. നമ്മളുടെ ജീനിനകത്ത് അത് ഇംപ്രിൻറ്റഡാണ്. ഇന്ത്യയിൽ മാത്രമല്ല, വിദേശത്തേക്ക് പോയാലും അവിടെയാണ് മതങ്ങളുടെ ആവശ്യം. അത് തലമുറയായിട്ട് മാറിയേക്കുന്നതാണ്. അവരെ റെപ്രസെൻ്റ് ചെയ്തത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ പരാജയമാണ്. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വിവിധ മേഖലയിൽ നിന്നുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അവരെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നുള്ളത് ഇതിൻ്റെ ആവശ്യകത. പക്ഷേ ആത്മീയ സംഘടനകളെ ഇവിടെ കൊണ്ടുവരിക, അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ കൊണ്ടുവരുന്നതിൻ്റെയും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നമ്മളുടെ വിദ്യാഭ്യാസ മേഖല മാറ്റിമറിക്കണം.
5 വർഷത്തെ ഒരു പ്ലാൻ നമുക്കുണ്ടാവണം. ആ 5 വർഷം കൊണ്ട് നമ്മൾ ദൃഢമായ ഒരു തീരുമാനം എടുക്കണം. നമ്മൾ ചൈനയ്ക്കും ജപ്പാനും ഫിൻലാൻഡിനും മുകളിലായിരിക്കണം. ഇവിടെ ഞങ്ങൾ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടീം ഇരുന്ന് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഓരോ ദിവസവും വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ചൈന, ജപ്പാൻ, ഫിൻലാൻഡ്, നമ്മുടെ കൊടുത്തേക്കുന്ന അസൈൻമെൻറ്റിൻ്റെ ഇതാണ്. അതിന് മുകളിലായിരിക്കണം നമ്മുടെ ഡിസൈൻ. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ എല്ലാ കണ്ടൻറ്റും ഉണ്ട്. ഇനിയിപ്പോൾ നാളെ തന്നെ നിങ്ങൾക്ക് തുടങ്ങണമെങ്കിൽ ഞങ്ങളുടെ 1 മാസം പുറകിൽ വന്നാൽ മതി. ഇത് കണ്ടൻറ്റ് അതുപോലെ ഞങ്ങൾ കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഏതാണ്ട് ഇൻ്റർനാഷണൽ റേറ്റിൽ ഇതൊക്കെ നടക്കുന്നത്. ഒന്നുമില്ല. ഇവിടെ ഞങ്ങളുടെ നാട്ടുകാർക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് വരുന്ന ഒരു വിദ്യാർത്ഥിക്കും ലേറ്റാവാതെ കൃത്യനിഷ്ഠയോടുകൂടി വരുന്ന ഒരു ക്ലാസ് മുടങ്ങാതെ വരുന്ന എല്ലാ കുട്ടികൾക്കും ഇവിടെ ഫ്രീ ആണ്. അവനിൽ ഉഴപ്പാൻ പുറത്ത് ചാടുന്നു, ലേറ്റായിട്ട് വരിക, ക്ലാസ് മിസ്സാക്കുക. അപ്പോൾ അപ്പുറത്ത് ചെറിയ ക്ലാസ് ഉണ്ട്, അവിടെ പോയി ഇരുന്ന് കറണ്ട് ചാർജ് കൊടുത്തിട്ട് പഠിക്കാം. അതൊരു പണിഷ്മെൻറ്റാണ്. സമയത്തിൻ്റെ വില നമ്മൾ അറിയണം. ഈ ആത്മീയത ആക്ച്വലി ഇവിടെ മാത്രമല്ല, ഇൻഡസ്ട്രിയിലും ആത്മീയത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനൊരു ഇൻഡസ്ട്രിയൽ ആത്മീയ ഗുരു എന്ന് ഞാൻ സ്വയം ചിലപ്പം വിളിക്കാറുണ്ട്. കാര്യം ഞങ്ങളും മെഡിറ്റേഷൻ ചെയ്യും രാവിലെ. അതിന് സാധാരണ മെഡിറ്റേഷൻ അല്ല ഞങ്ങൾ പറയുന്നത്, കോർപ്പറേറ്റ് മെഡിറ്റേഷൻ എന്ന് പറയും. അത് നിർബന്ധമാണ്, ഞങ്ങളുടെ കുട്ടികൾക്കും അത് നിർബന്ധമാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഡയറി ഉണ്ട്. ആ ഡയറിയിൽ അന്നന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എഴുതണം. വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് അത് എല്ലാം പൂർത്തീകരിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. ഇനി എന്തെങ്കിലും അഡീഷണൽ ഉണ്ടെങ്കിൽ അതുകൂടെ എഴുതി വെക്കണം. 365 ദിവസം കഴിയുമ്പം നമ്മളൊരു പുസ്തകം പബ്ലിഷ് ചെയ്യുക, നമ്മുടെ കലണ്ടർ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഭാവിയെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റണം. നമ്മുടെ ഒരു ദിവസം നമുക്ക് ഡിസൈൻ ചെയ്താൽ പറ്റിയാലേ നമുക്ക് ഒരു മാസവും ഒരു വർഷവും 5 വർഷവും ഒക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഒരു ദിവസത്തിൽ നിന്ന് തുടങ്ങുക. ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങൾ എല്ലാം കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോഴാണല്ലോ ജീവിതം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ദിവസം പ്ലാൻ ചെയ്യാൻ പറ്റാത്തത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത വ്യക്തിയും പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ എപ്പോഴും ചെയ്തുകൊണ്ടും എഫിസത്തിൻ്റെ അടിസ്ഥാനം എവിടെയാണ്. എഫിസത്തിൽ ഞങ്ങൾ ആരാധിക്കുന്നത് സമയത്തിനാണ്. കാര്യം ഇൻഡസ്ട്രി മുഴുവൻ ഓടിക്കുന്നത് അത് ഞങ്ങളുടെ എവിടെ നോക്കിയാലും ക്ലോക്കുകളാണ്, ഞങ്ങളുടെ വിഗ്രഹങ്ങളാണ്. ഈ സമയത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻഡസ്ട്രി ഓടുന്നത്. 1 മിനിറ്റിന് മുമ്പ് ഞങ്ങൾ പണി തീർത്താൽ കോമ്പറ്റീറ്ററിനേക്കാൾ മുമ്പ് ക്ലയൻസ് നമുക്ക് പണി തരും. ലേറ്റായാൽ നമുക്ക് നഷ്ടമായിട്ട് മാറും. നമ്മുടെ എല്ലാ അവർലി റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇൻവോയ്സ് നടക്കുന്നത്. അപ്പോൾ സമയമാണ് അവിടെ എല്ലാം ഇൻഡസ്ട്രിയിൽ. അപ്പോൾ നമ്മൾ സമയത്തിനെ ആരാധിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് ആ രീതിയിൽ ഞങ്ങളും ഭക്തരാണ്. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സ്ഥാപനത്തിൽ എല്ലാ ജാതി മതസ്ഥരും ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും കോമണായിട്ട് ഇന്ന് നമ്മൾ കേട്ട ഗാനത്തിൽ ദൈവം ഒന്നേ ഉള്ളെങ്കിൽ ആ ദൈവത്തിന് ഒരു മുഖമേ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു രൂപമേ പാടുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചോളം അത് എല്ലാവരും ആരാധിക്കുന്ന ഞങ്ങളുടെ സ്ഥാപനത്തിലെ ക്ലോക്കുകളാണ്, സമയമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും 24 മണിക്കൂർ, ഞങ്ങൾക്ക് 24 മണിക്കൂർ. പക്ഷേ ആ 24 മണിക്കൂറിനെ ഞങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഞങ്ങളുടെ ഇന്നലത്തേക്കാൾ ഇന്ന് ഞങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യും. ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ വർഷം ഞങ്ങൾ നേടിയതിനേക്കാളും അടുത്ത വർഷം കൂടുതൽ നേടും. ഇങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്തരം കാഴ്ചപ്പാട് ആത്മീയ മേഖലയിലുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ ഒന്നാലോചിച്ച്, കഴിഞ്ഞ വർഷം ഞാൻ 5000 ഭക്തരുടെ കാര്യങ്ങൾ കേട്ടു, അവർക്ക് ശാന്തി കൊടുത്തു. അടുത്ത വർഷം അത് 5500 6000 എനിക്ക് കൃത്യമായിട്ട് പറയാം. അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഞാൻ 7000-ലാണോ 8000-ലാണോ 10000-ലാണോ ഈ കൊടുക്കുന്നത് തന്നെ എഫക്റ്റീവ് ആണോ. അപ്പോൾ ഇത് ഏത് മേഖലയിൽ ഈ എഫിസം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു അവിടെ പ്രോഗ്രസ് നടന്നേ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ ഈ സ്ഥാപനം 5 വർഷത്തിലെ നമ്പർ 1 ആവണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ ആയിരിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ സ്ഥാപനത്തിലെ 6 ഡിവിഷൻസ് ലോകത്തിലെ നമ്പർ 1 ആയതും ഏതാണ്ട് 32 ഡിവിഷൻസ് മിഡിൽ ഈസ്റ്റിൽ നമ്പർ 1 ആയതും. ഞങ്ങളിങ്ങനെ ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് ഒരു ഗ്രാഫ് വരയ്ക്കും. ഓരോ വർഷവും എവിടെ എത്തണം, എങ്ങനെ എത്തണം, ഇതെല്ലാം വരും. അപ്പം ബേസിക്കലി ഞങ്ങൾക്കും 10 കമാൻഡ്മെൻറ്റ്സ് ഉണ്ട് ഇതിനകത്ത്. ഈ 100 മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് അകത്ത് ഓരോന്നിലും 10 കമാൻഡ്മെൻറ്റ്സ് ഉണ്ട്. ബൈബിളിലെ 10 കമാൻഡ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 2000 വർഷത്തിന് മുമ്പ് പറഞ്ഞതാണ്. ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ അയൽക്കാരൻ ഞങ്ങളുടെ കോമ്പറ്റേറ്ററാണ്. അവനെ ഞാൻ സ്നേഹിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് മത്സരിക്കുകയാണ് ഞങ്ങൾ. മനസ്സിലായില്ലേ? അപ്പം അവിടെ ഇൻഡസ്ട്രിക്ക് വേണ്ടത് മറ്റൊരു 10 കമാൻഡ്മെൻറ്റ്സ് ആണ്. ഞങ്ങളുടെ എഫിഷ്യൻസി കൂട്ടുവാനുള്ള കമാൻഡ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ആരോഗ്യ മേഖലയിൽ നമുക്ക് എന്തെങ്കിലും ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ ഡോക്ടറെ ഇടയ്ക്ക് സപ്ലിമെൻറ്റ്സ് എടുക്കാൻ പറയും. നമ്മൾക്ക് കുറവുള്ള ചില മിനറൽസ് പലതും കുറവുണ്ടെങ്കിൽ പറയും, ഓക്കെ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട്, ഇന്നാ സപ്ലിമെൻറ്റ് കഴിക്കും. ഓരോന്നിനും സപ്ലിമെൻറ്റ് കഴിക്കണം. ഇതുപോലെയാണ് ഇന്നത്തെ വിശ്വാസികളെല്ലാവരും. ഒരു വിശ്വാസം അങ്ങനെയൊന്നും മാറാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ഒരു 100 വർഷം കഴിഞ്ഞാലും വിശ്വാസികൾ ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ ഈ സപ്ലിമെൻറ്റ്സിൻ്റെ കുറവ് അവരെ വഴിതെറ്റിക്കും. ഒരാൾ ടെററിസ്റ്റായിട്ട് മാറുന്നതും വഴിതെറ്റി പോകുന്നതൊക്കെ ഈ സപ്ലിമെൻറ്റ്സിൻ്റെ കുറവ് കൊണ്ടാണ്. അപ്പോൾ ഇതിനെ പോസിറ്റീവായിട്ട് മാറ്റുന്ന സപ്ലിമെൻറ്റ്, ഈ എഫിസം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും, ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ആത്മീയ മേഖലയിലും കുടുംബങ്ങളിലും എല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ ഇത് സപ്ലിമെൻ്റായിട്ട് വരിക. നമ്മൾ ഇന്ന് എന്തിനെ ഫോളോ ചെയ്യുന്നു
അതിലുള്ള കുറവുകളാണ് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്നത്. ഇത് 10 പേരുടെ കയ്യിൽ ചെല്ലുന്നു കഴിഞ്ഞാൽ 10 രീതിയിലാണ് അതിനെ ഡിസൈൻ ചെയ്യുന്നത്. കാര്യം ഇത് അടിസ്ഥാനപരമായി ചെയ്യുന്ന നമ്മുടെ ക്യാരക്ടർ ഡെഫിഷ്യൻസീസിനെ മാറ്റുകയാണ്. 100ഓളം ക്യാരക്ടർ ഡെഫിഷ്യൻസി മാറുമ്പോൾ ആ വ്യക്തി നന്നായി വരും. ഇന്ന് ഞങ്ങളുടെ സ്ഥാപനം ഞങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു ലോകത്തിലെ നമ്പർ 1 HR ഫേം ആയിട്ടുണ്ടെങ്കിൽ അത് ഈ എഫിസ് ഇംപ്ലിമെൻറ്റേഷനിലൂടെയാണ്. നമ്പർ 1 എന്ന് ഞാൻ പറയുമ്പോൾ ആർക്ക് വേണേലും ഈ മൈക്ക് കിട്ടിയിൽ കഴിഞ്ഞാൽ തള്ളാം. ഞാൻ പ്രൂവ് ചെയ്യാൻ ചലഞ്ച് ചെയ്യാം. അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിച്ചത്. ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നു, ലോകത്തിലുള്ള ഏത് വലിയ ബില്യനേഴ്സിൻ്റെ കമ്പനി ആയിക്കോട്ടെ, ഏത് കമ്പനി എടുത്തോളൂ, ആർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും എംപ്ലോയീസിന് എൻ്റെ പേരൻസിന് പെൻഷൻ കൊടുക്കാൻ? 1-ാം തീയതി അച്ഛനും അമ്മയ്ക്കും പെൻഷൻ കൊടുക്കാൻ ഏത് കമ്പനിക്ക് സാധിക്കും? ഗ്രാൻഡ് പേരൻസിനെ നോക്കുന്നുണ്ടെങ്കിൽ അവരെ നോക്കാൻ ഏത് കമ്പനിക്ക് സാധിക്കും? സ്പൗസസിന് ജോലിയില്ലാത്ത ഭാര്യമാർക്ക് സാലറി കൊടുക്കാൻ ഏത് എംപ്ലോയർക്ക് പറ്റും? പ്രൈവറ്റ് സെക്ടറിൽ പെൻഷൻ കൊടുക്കാൻ ഏത് വ്യക്തികൾക്ക് പറ്റും? റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ മക്കൾ നോക്കാത്തവർക്ക് വേണ്ടി റിട്ടയർമെൻറ്റ് ഹോംസ്, അവരെ ലൈഫ് ലോങ് അവർക്ക് താമസിക്കുവാൻ, അവരുടെ മെഡിക്കൽ, അവരുടെ ഫുഡ് എല്ലാം നോക്കുവാനായിട്ടുള്ള സംവിധാനം ഏത് സ്ഥാപനം ചെയ്യും? കുട്ടികളുടെ മൊത്തം കരിയർ ഡിസൈൻ ചെയ്യാൻ ഞാൻ നേരിട്ടാണ് അവരുടെ മെൻറ്റേഴ്സ് ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. ഒരു എംപ്ലോയി മരിച്ചാൽ ലൈഫ് ലോങ് അവരുടെ ഫാമിലിയെ നോക്കാൻ ഏത് സ്ഥാപനത്തിന് പറ്റും? അങ്ങനെ 25-ലേറെ യുണീക്ക് ഫീച്ചേഴ്സ് ഞങ്ങൾക്കിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്പനിയിലെ ഓരോ പ്രോബ്ലംസും ഈ എഫിഷ്യൻസിയിലൂടെ കണ്ടെത്തി, ഒരു പ്രോബ്ലം കണ്ടെത്തിയാൽ അത് സോൾവ് ചെയ്യുക. അതാണ് ഇഫ് ദർ ഇസ് എ പ്രോബ്ലം ദർ ഇസ് എ സൊല്യൂഷൻ. ഇങ്ങനെ ചെയ്ത് കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്ത സിസ്റ്റമാണ്. ഇതാണ് നമുക്ക് ഓരോ സ്ഥലത്തും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ഇത് ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ വിജയിക്കുമോ എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടെ ഞാൻ ഈ പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പ് പറയാം. 11 വർഷത്തിന് മുമ്പ് എൻ്റെ ഈ തൊട്ടടുത്ത കുന്നിലുള്ള വീട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ അത് ഓഫീസാക്കി മാറ്റാൻ തീരുമാനിച്ചു. സാധാരണ മാരിടൈം ഇൻഡസ്ട്രിയിൽ വനിതകളുടെ പ്രാതിനിധ്യമുള്ള 2%. അത് മാറ്റുവാൻ വേണ്ടി സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് വനിതകൾക്ക് വേണ്ടി മാത്രം ഒരു ഓഫീസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇവിടെ എങ്ങും ഹൈലി എഡ്യൂക്കേറ്റഡ് വനിതകൾ ആരുമില്ല, സാധാരണ ഹൗസ് വൈഫ്സ്. ഞങ്ങൾ പറഞ്ഞു അത് മതി, ഞങ്ങൾക്ക് ഏത് മനുഷ്യനെ കിട്ടിയാലും ഞങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് 6 മാസം മതി. ഞങ്ങളുടെ കമ്പനിയിലെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും എഫിഷ്യൻസി മെഷർ ചെയ്യാനുള്ള സംവിധാനം ഉള്ളതുകൊണ്ട്, കാര്യം 200ഓളം പാരാമീറ്റർ ഉപയോഗിച്ചിട്ടാണ് എഫിഷ്യൻസി മെഷർ ചെയ്യുന്നത്. ഇത് വേറെ ഒരു കമ്പനിയിൽ ഈ സംവിധാനമില്ല. ഓരോ എംപ്ലോയിയുടെ അറിയാം, ഓരോ ഡിവിഷൻ്റെ അറിയാം. 3-ാമത്തെ വർഷം അവർ ലോകത്തിലെ 30 കൺട്രീസിൽ ഞങ്ങളുടെ കോമ്പറ്റീഷൻ നടത്തിയതിൽ നമ്പർ 1 ആയി. കഴിഞ്ഞ 8 വർഷമായിട്ട് ആ 1-ാം സ്ഥാനം ഈ വനിതകൾ, ഈ തൊട്ടടുത്ത ഗ്രാമത്തിൽ വർക്ക് ചെയ്യുന്ന വനിതകൾ വിട്ടുകൊടുത്തിട്ടില്ല. ഒരു ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് ഇത് പറ്റുമെങ്കിൽ കേരളത്തിലുള്ള ഏത് ഗ്രാമത്തിലും ഇത് പറ്റും. ഇവിടെ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവരുടെ ബ്രെഡ് ആൻഡ് ബട്ടർ ഞങ്ങളുടെ കമ്പനിയാണ് ഏറ്റെടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കും. പക്ഷേ കേരളത്തിലുള്ള എല്ലാവരെയും ഞങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ കേരളത്തിലുള്ളവരെ മുഴുവൻ പറഞ്ഞാൽ അവർ അനുസരിപ്പിക്കാൻ കഴിവുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. അത് ഇവിടെ ഇരിക്കുന്ന ഈ ഗുരുക്കന്മാർ ചെയ്തില്ലെങ്കിൽ അത് കേരളത്തിൻ്റെ നഷ്ടം മാത്രമല്ല, അത് നിങ്ങളെല്ലാം നിങ്ങളോട് ചെയ്യുന്ന വലിയ തെറ്റാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞു തരാനേ പറ്റൂ. ഇതൊന്നും പേപ്പറിലെ പുലിയൊന്നുമല്ല, ഇത് പ്രൂവൺ സിസ്റ്റമാണ്. ഞങ്ങൾ വി ആർ മോർ ദാൻ ഹാപ്പി ടു കം ആൻഡ് ഗീവ് യു ദ ഗൈഡ് ലൈൻസ്. അല്ലെങ്കിൽ എനി ടൈം യു ക്യാൻ കം ആൻഡ് ടേക്ക് ദ ഗൈഡൻസ് ഫ്രം ഹിയർ. ഈ 18-ാം തീയതി മിനിസ്റ്റർ വരുന്നുണ്ട്, ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വരുന്നുണ്ട്. മിനിസ്റ്റർ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ മാസമാണ് ഇതിൻ്റെ ട്രെയിനിങ് ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതോടുകൂടി സ്കൂൾസിൽ നിന്നെല്ലാം ഇവിടെ 1 ഡേ ട്രെയിനിങ്ങിന്, സ്റ്റഡി ടൂറിന് വരുന്നുണ്ട്. ഇത് സിസ്റ്റം കാണുവാനും എന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി. പക്ഷേ ഇത് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ക്ലാസ് റൂം നിങ്ങളുടെ എല്ലാ സ്കൂളുകളിൽ നിർബന്ധമായിട്ടും നിർമ്മിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അല്ലാതെ സാധാരണ ക്ലാസ് റൂമിൽ ഇത് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മളൊരു സിനിമ കാണാൻ ഒരു തിയേറ്ററിൽ കയറിയാൽ, സിനിമ തുടങ്ങിയാൽ അവസാനം വരെ നമ്മൾ മൊബൈൽ പോലും നോക്കില്ല. കാര്യം വി ആർ ഫുള്ളി ഫോക്കസ്ഡ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ എവിടെ ഇരിക്കുന്നു അവിടെ 20 to 20,000 ഹേർട്സിനിടയിലുള്ള തൗസൻഡ്സ് ഓഫ് ഫ്രീക്വൻസീസ് ഉണ്ട്. അത് മൊത്തം ഉള്ളിലേക്ക് കടന്ന് നമ്മുടെ ബ്രെയിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ സാധാരണ പഠിക്കുന്നത്. സാധാരണ ഗവൺമെൻറ് നിയമം അനുസരിച്ചിട്ട് ഒരു ക്ലാസ് റൂമിന് ഇത്ര വിൻഡോസ് വേണം, ഡോറ് വേണം, മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യാവുന്ന എല്ലാം ഉണ്ട്. അതേസമയം ഈ റൂമിനകത്ത് അതൊന്നുമില്ല. ഇത് അക്യൂസ്റ്റിക്കലി ഡിസൈൻഡാണ്. ഇവിടെ ഞാൻ പറയുന്നത് പോലും ഇവിടുന്ന് ബൗൺസ് ചെയ്യത്തില്ല. ഞാൻ പറയുന്ന ഈ സൗണ്ട് മാത്രമേ നിങ്ങളുടെ ബ്രെയിനിനുള്ളിലേക്ക് കയറത്തുള്ളൂ. അത്രയും ഫോക്കസ്ഡ് ആയ ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. ഇവിടെ കാണിക്കുന്ന 4K കണ്ടൻറ്റാണ്. ഇന്ന് കിട്ടാവുന്ന ഏറ്റവും മികച്ച 4K റെസൊല്യൂഷൻ കണ്ടൻസാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അത് ഡെലിവറി ചെയ്യുന്നത് 3Dയിലാണ്. ഇതിൻ്റെ ഓഡിയോ ട്രാക്സ് നമുക്ക് മാറ്റി മദർ ടങ്ങിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. എല്ലാ രീതിയിലും ഒരുവിധ ചോർച്ചയും ഇല്ലാത്തൊരു സംവിധാനം വേണമെങ്കിൽ നമുക്ക് അതിന് ക്ലാസ് റൂം വേണം. അത് 50 പേരുടെ ക്ലാസ് റൂം അപ്പുറത്ത് നമ്മൾ കാണിക്കുന്നുണ്ട്, ഇവിടെ 100 പേരുടെ ഉണ്ട്. ഇതുപോലെ ക്ലാസ് റൂം നിങ്ങൾ ചെയ്തിട്ട് പിന്നെ കണ്ടൻസാണ്. അതിൽ എംബൈബ് കണ്ടൻസ് ഉണ്ട്. CBSEയുടെ ഫുൾ സിലബസ് എംബൈബ്
റിലയൻസ് ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അവരുമായിട്ട് ടൈപ്പ് ചെയ്ത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അത് എല്ലാ സ്കൂൾസിലേക്ക് എത്തിക്കേണ്ടത്. പക്ഷേ ആ കണ്ടൻറ്റ് എത്തിക്കണമെങ്കിൽ ആ സ്കൂളിൽ അതിനുള്ള ഫെസിലിറ്റി വേണം. ചില കുട്ടികൾക്ക് അവരുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുമായിരിക്കും, പക്ഷേ സ്കൂളിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അറ്റ്ലീസ്റ്റ് ഒരു ക്ലാസ് റൂം ഇതുപോലെ ചെയ്യുക. അത് ചെയ്യുവാനും സ്കൂൾ പണം മുടക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഏതെങ്കിലും രക്ഷപ്പെട്ട നല്ല ഒരു ഓൺട്രപ്രണർ ഉണ്ടാവും. അവരെ ഇതൊന്ന് അറിയിച്ചു കഴിഞ്ഞാൽ, അവരെ ഞങ്ങൾ ഇവിടെ വിളിച്ച് ആദരിച്ച് അവരുടെ ഉള്ളിലേക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നാളെ നിങ്ങളുടെ സ്കൂളിലെ അതിൻ്റെ സ്പോൺസറായിട്ട് വരും. എവറി ഓൺട്രപ്രണർ ഈസ് മോർ ദാൻ ഹാപ്പി ടു ഡൊണേറ്റ് എ തിയേറ്റർ ലൈക്ക് ദിസ്. അതിന് വലിയ എക്സ്പെൻസ് ഒന്നുമില്ല. ഇത് ചെയ്യാൻ 2 മാസം മതി. സീറോയിൽ നിന്ന് ഇതുപോലൊരു തിയേറ്റർ ഉണ്ടാക്കാൻ. അട്ടപ്പാടിയിലെ തിയേറ്റർ ഞങ്ങൾ ആക്ച്വലി ഡേ നൈറ്റ് നിന്ന് ചെയ്ത് 2 ആഴ്ച കൊണ്ട് തീർത്തു. നോർമലി ഇതേ ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്യാൻ ഞങ്ങളിത് ഈ മൊത്തം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2 മാസം കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റത്തിലേക്ക് കയറണമെങ്കിൽ ഇന്ന് ഇവിടുന്ന് തീരുമാനിച്ചിറങ്ങിയാൽ 2 മാസത്തിലും ഈ സിസ്റ്റത്തിലേക്ക് കിടക്കാം. ഇനി ഇതിൽ കടന്നില്ല എന്നുണ്ടെങ്കിലുള്ള കാര്യം, ഇന്നത്തെ കുട്ടികൾ എയുടെ വേൾഡിലാണ്. അവർ ക്ലാസ്സിലേക്ക് വരുന്നത് തന്നെ അധ്യാപകരെക്കാളും ഇൻഫർമേഷനുമായിട്ടാണ്. ഈ എംബൈൽ സിസ്റ്റം അവർ ഓൺലൈൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നാളെ ഒരു മെറ്റാ ക്ലാസ് മതി. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് മൊത്തം 1 മാസം പഠിക്കുന്നത് അവർക്ക് ഏതാനും മണിക്കൂർ കൊണ്ട് വീട്ടിലിരുന്ന് ഇതിലും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾ എന്തിനാണ് ക്ലാസ്സിൽ പോകുന്നത്. ഇന്നത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളും കോളേജും ഇത്രയും വർഷം മുന്നിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് അടച്ചേ പറ്റത്തുള്ളൂ. കുട്ടികൾ അവിടെ വരില്ല. ആ രീതിയിലാണ് AI മാറ്റുന്നത്. ഇത് AI ഇവിടെ മാത്രമല്ല, എഡ്യൂക്കേഷനിലല്ല, എല്ലാ മേഖലയിലും ഇത് സംഭവിക്കുകയാണ്. ഞങ്ങളൊക്കെ ഈ വെർച്വൽ റിയാലിറ്റിയിൽ ഇൻഡസ്ട്രിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കോവിഡിൻ്റെ സമയത്താണ്. കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾക്കാർക്കും യാത്ര ചെയ്യാൻ പറ്റാത്ത സമയത്ത് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയിലുള്ള കപ്പലുകളിൽ ഷാർജയിൽ ഇരുന്നുകൊണ്ട് അതൊക്കെ കണ്ടിട്ട് അമേരിക്കയിൽ നിന്ന് ഒരു എൻക്വയറി വന്നു, എങ്ങനെ ഞങ്ങൾ ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട്. ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാക്ടിക്കലി ചെയ്തത്. അപ്പോൾ എത്ര അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്, ഇത് ഫോളോ ചെയ്തില്ലെങ്കിൽ കേരളത്തിലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിദ്യാർത്ഥികൾ വരില്ല. നിങ്ങൾ തിയേറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമുണ്ട്, അവരോടായിട്ട് ബന്ധപ്പെടുക. അവരതിൻ്റെ സ്പെസിഫിക്കേഷൻ കറക്റ്റ് തരും. പക്ഷേ ചെയ്യിക്കുന്ന കോൺട്രാക്ടർ കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇതിനെന്തെങ്കിലും പ്രോബ്ലം പ്രൊജക്ടറിനോ മറ്റതിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരെ വിളിച്ചാൽ വന്നില്ലെങ്കിൽ കുട്ടികളുടെ ക്ലാസ് മൊത്തം മുടങ്ങും. അത് അവരുമായിട്ട് സംസാരിച്ചിട്ട് അവരതിൻ്റെ സ്പെക്ക് കറക്റ്റ് തരും. ഇതൊരു കൂട്ടായ്മയായിട്ട് മാറണം. ഇന്ന് മുതൽ ഇവിടുന്ന് പോകുമ്പോൾ ഇതൊരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കണം. കാര്യം വേറെ ആരോടും എനിക്കിത് പറയാനില്ല. 50% എന്ത് ആര് ഹോൾഡ് ചെയ്താലും അത് മൊണോപ്പൊളിയാണ്. ദാറ്റ് മീൻസ് നമ്മളുടെ ഇവിടുത്തെ മനുഷ്യ ഹൃദയങ്ങളും നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ രംഗങ്ങളും മൊണോപ്ലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് ആത്മീയതയുടെ കയ്യിലാണ്, ആത്മീയ ഗുരുക്കന്മാരുടെ കയ്യിലാണ്, നിങ്ങളുടെ കയ്യിലാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, നിങ്ങളോട് ചെയ്യുന്ന തെറ്റാണ്, നിങ്ങളുടെ പിന്നിലുള്ള വിശ്വാസികളോട് ചെയ്യുന്ന തെറ്റാണ്, അതിലേറെ രാഷ്ട്രത്തിനോട് ചെയ്യുന്ന തെറ്റാണ്. കാര്യം നമ്മുടെ അയൽവാസിയോട് മത്സരിക്കുന്നത് ഇത്രയും വർഷങ്ങളുടെ ഗ്യാപ്പിലാണ്. ഇനിയുള്ള ഒരു ചുരുക്കകാലം കൊണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ഗ്യാപ്പ് കുറയ്ക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നുള്ള ഈ ഗ്യാപ്പ് വീണ്ടും വീണ്ടും അകന്ന് നമ്മൾ അടിമകളായി മാറുന്ന അവരുടെ ഒരു കോളനിയായി നാളെ നമ്മൾ മാറും. കാര്യം അവർ തരുന്ന പ്രോഡക്ട്സും അവർ തരുന്ന ടെക്നോളജിയിലും കഴിയേണ്ട ഒരു അവസ്ഥ വരും. അതല്ല, പുതിയൊരു തലമുറയെ വാർത്തെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി മാത്രമാണ് ഇത്രയും സമയവും പണമൊക്കെ ഞങ്ങൾ ചെലവഴിച്ചിട്ട് ഇത് സംഘടിപ്പിക്കുന്നതും നിങ്ങളെല്ലാം വിളിച്ച് ഇവിടെ വരുത്തി ഇത് പറഞ്ഞു തരുന്നതും. അവസാനമായി ഇത് സംഘടിപ്പിക്കുന്ന ഞങ്ങളുടെ സംഘടനയുടെ പേരിൽ, ഇന്ത്യവുഡിൻ്റെ പേരിൽ, iVarsity പേരിൽ, എയിംബ്രിയുടെ പേരിൽ എല്ലാം ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് എല്ലാവർക്കും തിരക്കുള്ളതാണ്. അതും വളരെ ചുരുങ്ങിയ ഒരു നോട്ടീസിലാണ് ഇത് തന്നത്. ആ ചെറിയ നോട്ടീസിൽ തന്നെ ഒരാൾ പോലും വേണ്ട എന്ന് പറഞ്ഞില്ല. എല്ലാവരും നിങ്ങളുടെ 100% മനസ്സോടുകൂടി ഇവിടെ വന്നപ്പോൾ തന്നെ അതിൻ്റെ പകുതി കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി കുറച്ച് കണ്ടൻസ് കൂടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. അത് ചെറിയ അറിവാണ്. ഈ FS എന്നൊക്കെ പറയുന്നത് ഒരു ദിവസം കൊണ്ട് പഠിക്കാവുന്നില്ല. അത് ഒരു നീണ്ട യാത്രയാണ്. ആ നീണ്ട യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരുക. ഇതൊരു കൂട്ടായ്മയാണ്. ഒരുമിച്ച് നമുക്ക് യാത്ര ചെയ്ത് ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ ശ്രമിക്കാം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.